കേരളം ഒന്നടങ്കം ഞെട്ടിയ ഒരു വാർത്തയാണ് ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം വെഞ്ഞാറമൂടിൽ നിന്ന് വന്നത്. 23-കാരനായ ഒരു യുവാവ് 6 പേരെയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. 5 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം രാത്രിയോടുകൂടി തന്നെ ലഭ്യമാകുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഈ കൊലപാതകം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. പല ഊഹാപോഹങ്ങളും കാരണങ്ങളും ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഏതായാലും ഈ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങുകൾ പലയിടങ്ങളിലായി നടക്കാനിരിക്കുകയാണ്. വിശദമായ വിവരങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടേഴ്സ് സജ്ജമാണ്. അമൃത, ഞാനിപ്പോഴുള്ളത് താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലാണ്. ഖബർസ്ഥാനിൽ 4 കുഴികൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ ഇങ്ങനെയുള്ള കുഴികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വയനാട് ദുരന്തത്തിൽ കൂട്ടത്തോടെ ബന്ധുക്കളെയും അതുപോലെ തന്നെ മരിച്ചവരെയും ഒരുമിച്ചടക്കുന്ന കാഴ്ച, അതിൻ്റെ ആ വേദന നമുക്ക് വിട്ടുമാറിയിട്ടില്ല. അതിനിടയിൽ പല മരണങ്ങൾ, പല ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു ദുരന്തം, ഞെട്ടിക്കുന്ന ക്രൂരമായ കൊലപാതകം, ആ കൊലപാതകത്തിൻ്റെ നേർസാക്ഷ്യമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു കുടുംബത്തിലെ 4 പേർ, ആ 4 പേരെ അടക്കാൻ വേണ്ടി 4 കുഴികൾ ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ ഖബറടക്കവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. അതിനൊപ്പം ആദ്യം തന്നെ നമുക്ക് ഷിജോയോട് ചോദിക്കാം. ഷിജോ, ഇത് എപ്പോഴാണ് ഇതിൻ്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക? ഇത് പൊതുദർശനം ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം പൊതുദർശനം ഉണ്ടോ? എത്ര മണിയോടുകൂടി പൂർത്തിയാകുമെന്നാണ് ഈ ബന്ധുക്കളും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ആൾക്കാരും പറയുന്നത്? സെഫാന് മുമ്പ് ഇത് കാണുമ്പോൾ എത്രമാത്രം നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചയാണെന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. കാരണം ഇത് നമ്മൾ ഈ പള്ളിയോട് ചേർന്ന് തന്നെയുള്ള വീട്ടിലാണ് സൽമാ ബീവി താമസിക്കുന്നത്. ഈ പള്ളിയുടെ തൊട്ട് മുമ്പിൽ അല്പസമയം മുമ്പാണ് ബാങ്കുവിളി കഴിഞ്ഞത്. ഈ ബാങ്കുവിളി എല്ലാ ദിവസവും കേട്ട് അത്രയും മതപരമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞു പോന്നിരുന്ന ആ ഒരു കുടുംബത്തിലൊരു അംഗമാണ്. അവരുടെ മറ്റ് ബന്ധുക്കൾക്കൊപ്പം ഈ പള്ളിക്കാട്ടിൽ ഖബർസ്ഥാനിൽ 4 പേരുടെ മൃതദേഹം ഇവിടെ ഇപ്പോൾ കബറടക്കാൻ പോകുന്നത്. ഈ 4 ഒരുപക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു 4 ഖബറുകൾ ഒരുമിച്ച് കാണുന്നത്. എനിക്കൊരു വിഷമമുണ്ടാക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ അല്പസമയത്തിനകം മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരും. 5 മണിയോടുകൂടി ഇവിടെ കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഹാളിൽ പൊതുദർശനം, അതിനുശേഷം പള്ളിക്കകത്ത് വെച്ച് 4 പേരുടെയും മയ്യത്ത് നിസ്കാരം, അതിനുശേഷം ഈ പള്ളിക്കാട്ടിലേക്ക് 4 പേരെയും ഒരുമിച്ച് കബറടക്കാനായിട്ട് കൊണ്ടുവരുമെന്നുള്ള കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ആശുപത്രിയിലെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ വന്ന് ആദ്യം തന്നെ ഈ പള്ളിക്കാട്ടിലെ ഈ കബറുകൾ കാണുന്നു. ഇവിടുത്തെ ബന്ധുക്കൾ അല്ലെങ്കിൽ ഇവിടെ നാട്ടുകാരെല്ലാം ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അവരെല്ലാവരും പറയുന്നത് കഴിഞ്ഞ 11 മക്കളാണ് ഇവർക്ക്. അതിനകത്ത് 6 പെൺകുട്ടികളും 5 ആൺമക്കളും. അതിലൊരാൾ വളരെ നേരത്തെ മരിച്ചുപോയി. ബാക്കി 10 മക്കൾ. ഈ 10 മക്കളും ഉണ്ടായിട്ടും അവർ വിവിധ ഇടങ്ങളിലായിട്ടാണ് താമസിക്കുന്നത്. ഈ പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഒരു കുഞ്ഞൊരു വീട്ടിലാണ് സൽമാ ബീവി താമസിക്കുന്നത്. ആ വീട്ടിനോട് ചേർന്ന് തന്നെ മക്കളും ഒക്കെ വേറൊരു വീട്, നല്ലൊരു വീട് വെച്ച് കൊടുത്തിരുന്നു. പക്ഷേ സൽമാ ബീവി ആ വീട്ടിലേക്ക് മാറാൻ ഒരിക്കൽ പോലും തയ്യാറായിരുന്നില്ല. 95 വയസ്സ് വരെ ഇങ്ങനെ ഈ ഒരു കൊലപാതകത്തിനിരയായി മരിക്കുന്ന ആ സമയം വരെയും ആ മരിച്ചതിന് ശേഷവും ആ വീട്ടിലാണ് അവരുടെ മൃതദേഹം ഉണ്ടായിരുന്നത്. അതുവരെ മക്കൾ ആരും വിളിച്ചിട്ടും പോകാൻ കൂട്ടാക്കിയില്ല. കാരണം ഈ പള്ളിയും ഈ പള്ളിയിൽ നിന്നുള്ള വാങ്കുവിളിയും ഇവിടുത്തെ ആളുകളും ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ ആയിരുന്നു അവർക്കെല്ലാം. ആ വീട് നമ്മൾ കാണാം. ആ വീട് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ഷീറ്റിട്ടൊരു ഒറ്റമുറി വീടാണ്. ആ ഒറ്റമുറി വീട്ടിലായിരുന്നു സൽമാ ബീവിയുടെ താമസവും ഊണും ഉറക്കവും എല്ലാം. അവസാനത്തെ ഉറക്കവും ആ വീട്ടിൽ തന്നെയാണ്. ആ വീടിനോട് ചേർന്ന് തന്നെയുള്ള പള്ളിയോട് ചേർന്ന് തന്നെയുള്ള ഖബർസ്ഥാനിലാണ് സൽമാ ബീവിയുടെ ഖബറടക്കം. അതിനോട് ചേർന്ന് തന്നെയാണ് മറ്റ് 3 പേരുടെയും 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ 5 മണിയോടുകൂടി ഇവിടെ നടക്കും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പള്ളിയിൽ പൂർത്തിയായിട്ടുണ്ട്. അതെ, നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമുക്ക് മാനസികമായ വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ ഒരുമിച്ച് 4 കുഴികൾ ഇങ്ങനെ കാണുകയാണ്. ഇന്നലെ വൈകുന്നേരം വരെ ഒരുമിച്ചുണ്ടായിരുന്ന ആൾക്കാർ. നമുക്ക് ആ വീട്ടിൻ്റെ മുന്നിലേക്കൊക്കെ പോവാം. നമുക്ക് ആദ്യം സ്വാന്തന റെഡിയാണെന്ന് തോന്നുന്നു. സ്വാന്തനയിലേക്ക് പോകാം. സ്വാന്തന, ഇപ്പോൾ ലത്തീഫിൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മൃതശരീരമുള്ള വീട്ടിലാണുള്ളത്. എപ്പോഴാണ് അവിടെ മൃതദേഹം കൊണ്ടുവന്നത് സ്വാന്തന? അത് എത്ര സമയത്തിനുള്ളിൽ അവിടെ നിന്ന് പൊതുദർശനം കഴിഞ്ഞ് ഇങ്ങോട്ടത്തേക്ക് ഇറക്കും?
സേഫ്, ഞാൻ ചുള്ളാളത്തുള്ള ലത്തീഫിന്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അവരുടെ പൊതുദർശനം ആണ്. ഒരു അരമണിക്കൂർ മുമ്പാണ് ഇവരുടെ മൃതദേഹം, ലത്തീഫിന്റെയും അതുപോലെ തന്നെ ഭാര്യ ഷാഹിദയുടെയും മൃതദേഹം ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. നേരത്തെ ഷിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ സേഫ്, ഇവിടെയും വൈകാരികമായ രംഗങ്ങൾ തന്നെയാണ് നമുക്ക് കാണാനുള്ളത്. കാരണം ഈ കാണുന്ന വീട്, ഇത് ലത്തീഫ് 25 വർഷം മുമ്പ് വെച്ച ഒരു വീടാണ് സേഫ്. നിങ്ങളിപ്പോൾ നിൽക്കുന്ന അവിടെയാണ് ഈ ലത്തീഫ് അടക്കമുള്ള ഈ സൽമാ ബീബിയുടെ എല്ലാ മക്കളും ജനിച്ചു വളർന്നത്. അതിനുശേഷമാണ് ഇദ്ദേഹം വിവാഹമൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ ഈ കാണുന്ന ചുള്ളാളത്തുള്ള ഈ സ്ഥലം വാങ്ങുകയും ഇവിടെ വീട് വെക്കുകയും ഒക്കെ ചെയ്തത്. 2 മക്കളെ വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ അദ്ദേഹത്തിൻ്റെ ഈ സ്ഥലത്ത് നിന്നിട്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സ്ഥലം വളരെ പ്രിയപ്പെട്ട സ്ഥലമാണ്. ഇവിടുത്തെ ആളുകൾക്കൊക്കെ തന്നെ വളരെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങേയറ്റം നൈർമല്യമുള്ള ഒരു മനുഷ്യൻ്റെ ഓർമ്മകളാണ് ഇന്നലെയൊക്കെ തന്നെയും ഈ ലത്തീഫിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇവിടെ ആളുകൾ പങ്കുവച്ചത്. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചിരിച്ചുകൊണ്ട് പള്ളിയിൽ പോകുന്ന, എല്ലാവരോടും കാര്യമായി സംസാരിക്കുന്ന, അങ്ങനെ അങ്ങേയറ്റം എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ. അതായിരുന്നു ലത്തീഫിനെ കുറിച്ച് ആളുകൾക്കൊക്കെ തന്നെയും പങ്കുവയ്ക്കാനുള്ള ഒരു ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു അരങ്കൊലയ്ക്ക് ഭാഗമാകുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൂടി നിൽക്കുന്ന ഓരോ മനുഷ്യർക്കും അങ്ങേയറ്റം ഒരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ് ഇത്തരത്തിൽ ഇവരുടെ ഒരു മരണം എന്ന് പറയുന്നത്. കാരണം പല ആളുകളും ഇത്തരത്തിൽ ഒരു മരണം, ഒരു അരങ്കൊല നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞത് പോലും ഇത്തരത്തിൽ ഈ വാർത്തകൾ കണ്ടിട്ടാണ്, വാർത്തകൾ വന്നതിന് ശേഷമാണ്. ഈ പോലീസ് തൊട്ടപ്പുറത്തുള്ള ഒരു വീട്ടിലെത്തിയാണ് ഇങ്ങനെ ഒരു മരണം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കാനായി ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ഇവിടെയുള്ള ആളുകൾ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു അരങ്കൊല നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ആദ്യം അറിയുന്നത്. അതിനുശേഷം ഇവിടേക്ക് തടിച്ചുകൂടിയ ആളുകളെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഇന്നലെ വൈകുന്നേരം നമ്മൾ ഈ മരണം അറിഞ്ഞ് ഇവിടെ എത്തുന്ന സമയം മുതൽ സേഫ് ഇവിടെ അത്രത്തോളം ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ആരോട് ചോദിച്ചാലും എല്ലാവർക്കും പറയാനുള്ള ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത് അങ്ങേയറ്റം സ്നേഹമുള്ള ഒരു കുടുംബമായിരുന്നു. അങ്ങേയറ്റം എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന, പള്ളിക്കാര്യങ്ങളിലടക്കം എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ഒരു കുടുംബമായിരുന്നു എന്നാണ്. 2 മക്കളാണ് ഇദ്ദേഹത്തിന്, ഈ സൽമാ ലത്തീഫിനും അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും ഉള്ളത്. അവർ 2 പേരും വിവാഹിതരാണ്. തൊട്ടടുത്തൊക്കെ ആയി തന്നെയാണ് അവരും താമസിക്കുന്നത്. നമുക്ക് ആ പെൺമക്കളെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് സഹിക്കാൻ കഴിയില്ല സേഫ്. കാരണം എന്ന് വെച്ചാൽ എന്തിനാണ് അവിടെ തുടരണം. നമുക്ക്